ഓ അപ്പോൾ ഞാൻ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതി പാതിയാണ് കേട്ടോ. പണ്ട് ഭയങ്കര വിശ്വാസിയായിരുന്നു, പിന്നെ ഇടയ്ക്ക് അങ്ങനെ വിശ്വാസമില്ലായിരുന്നു, പിന്നെ വരും പോവും അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ, അതായത് അമ്മയുടെ അച്ഛൻ. അപ്പോൾ അമ്മയുടെ അച്ഛനെന്ന് പറയുന്നത് കുറച്ച് ശക്തി ഉള്ളൊരു മനുഷ്യനാണ്. ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോഗീശ്വരനിൽ നിന്ന്, അതായത് ഒരു യോഗിയിൽ നിന്നും കുറച്ച് എന്താണ് ഈ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൂപ്പൻ പഠിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ശക്തി അപ്പൂപ്പനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതിലേക്ക് ആയിരുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വയ്യായ്ക, പനിയോ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഛർദ്ദിലും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ എൻ്റെ അമ്മ അപ്പൂപ്പൻ്റെ അടുത്തോട്ട് അയക്കും. അപ്പോൾ അപ്പൂപ്പൻ്റെ പൂജാമുറിയിൽ കുറേ പടങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ മറ്റേ ഈ നാരായം എന്ന് പറയുന്നു, അതായത് പെണ്ണിന് പകരം പണ്ടൊക്കെ എഴുതിക്കൊണ്ടിരുന്ന അതുണ്ട് കേട്ടോ. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് മറ്റേ അലുമിനിയം ഫോയിൽ കണക്കിരിക്കുന്ന വേറെ ചെമ്പിൻ്റെ കളറിലുള്ളൊരു ഫോയിലൊക്കെ ഉണ്ട്. അതിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് താളിയോലയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്കുള്ളൊരു ഓർമ്മയാണ്. അതായത് എനിക്ക് ഒട്ടും വയ്യാതെ ആയിരിക്കും അപ്പൂപ്പൻ്റെ അടുത്ത് പോവുക. പക്ഷെ പോകുമ്പോൾ അപ്പൂപ്പൻ നമുക്ക് കുറേ അവിടെ അപ്പൂപ്പൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് കുറേ മന്ത്രങ്ങൾ കണ്ണടച്ചൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ ചെറുതല്ലേ, നമ്മൾ അപ്പൂപ്പൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അപ്പോൾ ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ കുറേ നേരമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ ഇരിക്കും. പക്ഷെ വയ്യ. അതൊക്കെ നമ്മളിങ്ങനെ 3 പ്രാവശ്യം തലയിലിങ്ങനെ ഭസ്മത്തിലിങ്ങനെ പിടിച്ചിട്ട് തലയിലൊക്കെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നമ്മൾ ഈ സൗണ്ട് എന്താ ഇതുപോലെ അതുപോലെ ഇങ്ങനെ 3 തവണയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഭസ്മം വായിൽ ഇട്ട് തരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വാവ്, വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ അസുഖം പമ്പ അടക്കം കേട്ടോ. ഈ ഭയങ്കര അത്ഭുതമാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. മീൻസ് ഇതെപ്പോഴും എനിക്ക് വയ്യാതെ ആകുമ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനൊരു ഭസ്മം ഇടൽ ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറും. അത് എൻ്റെ മാത്രമല്ല, അവിടെ എല്ലാവരുടെയും. അപ്പൂപ്പൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ ചെറുകുട്ടി എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും നമ്മൾക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. എനിക്കിപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് അപ്പൂപ്പൻ്റെ ആ ഒരു ശക്തി. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഉള്ളതാണ്, ദൈവമുണ്ട്. ഓക്കെ.